ഗൈസ്, അപ്പോൾ നമ്മുടെ ന്യൂ വീഡിയോയിലേക്ക് എല്ലാ സബ്സ്ക്രൈബർക്കും ഫാമിലിക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് തന്നെ നമ്മളിപ്പോൾ ഒരു ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു അമ്പലത്തിലോട്ടാണ് പോകുന്നത്. സോ ആദ്യം ആദ്യം തന്നെ ഞാൻ പറയുവാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് അമ്പലം ഏകദേശമൊക്കെ എല്ലാവർക്കും മനസ്സിലായി കാണും. കാരണം വെച്ചാൽ ആ അമ്പലം എന്ന് പറയുന്നത് തന്നെ ഏകദേശം എല്ലാ യൂട്യൂബറും ഓൾമോസ്റ്റ് എല്ലാവരും ഇൻസ്റ്റാഗ്രാമിൽ തന്നെ വീഡിയോസ് കുറേ വന്നുകൊണ്ടിരിക്കുന്ന ഒരു അമ്പലമാണ്. സോ അതെൻ്റെ നാട്ടിൽ തന്നെയാണ്. അപ്പോൾ നമ്മൾ അങ്ങോട്ടായിരിക്കും പോകുന്നത്. പിന്നെ കുറച്ച് അമ്പലങ്ങളായിട്ടുള്ള ബേസ് ചെയ്തിട്ടുള്ള വീഡിയോ ആണ്. അപ്പം നിങ്ങൾ അത്രയും വിചാരിച്ചാൽ മതി. അപ്പം ഇന്നത്തെ വീഡിയോ അമ്പലത്തിലോട്ടൊക്കെ പോകുന്നതിൻ്റെയൊക്കെ ആയിരിക്കും. സോ നിങ്ങൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ ആൻഡ് ലൈക്കും കൂടെ ചെയ്തേക്കുക. പിന്നെ നമ്മുടെ അടുത്ത വീഡിയോ വരാനായിട്ട് ബെൽ ബട്ടൺ ഒന്ന് ഓളാക്കി ഇട്ടേക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോവാം. അപ്പോൾ കേസ് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇറങ്ങിയിട്ടുണ്ട്. സോ നമ്മളിപ്പോൾ ഇനി പോകാൻ പോകുന്നത് ഇന്നിപ്പോൾ ഫസ്റ്റ് ടൈമായിട്ട് നമ്മൾ പോകാൻ പോകുന്നത് നമ്മൾ അയ്യപ്പൻ്റെ അടുത്തോടെ നമ്മൾ എരുമേലി അയ്യപ്പൻ്റെ അടുത്തോടെ നമ്മൾ പോവാണ്. സോ നമുക്ക് അയ്യപ്പൻ്റെ അടുത്ത് പോയിട്ട് അവിടുത്തെ വിശേഷങ്ങൾ പറഞ്ഞിട്ട് നമ്മൾ പറഞ്ഞ് ആ അമ്പലത്തിലോട്ട് നമുക്ക് പോവാം. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകുന്നതിൻ്റെ ജസ്റ്റ് വീഡിയോ ഉണ്ട്, പേടിക്കണ്ട. ഒത്തിരി ലെന്ത് ആക്കുന്നില്ല, കട്ടിങ് ചെയ്തായിരിക്കും വീഡിയോ. അപ്പോൾ എന്തായാലും വീഡിയോ കാണുന്ന അച്ഛന്മാരെ സബ്സ്ക്രൈബ് ചെയ്താലുണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ട് ബെൽ ബട്ടൺ ഓളാക്കിയിടുക. പിന്നെ വീഡിയോക്ക് ലൈക്ക് ചെയ്യാൻ ഉറപ്പായിട്ടും മറക്കരുത്. ഓക്കെ, என் பக்கம் போனவளை தேடமெல்ல மூச்சு தள்ள என் தலைக்கும் ஏறவில்லை, பேர கேட்க தோணவில்லை, எனக்கோ தீர என்ன தூண்ட நெஞ்சோம் தூக்கத்துல சிரிப்பு மாறவில்லை, நாள பார்த்து மேளம் துள்ள. என் பக்கம் போனவன தேடமெல்ல மூச்சு தள்ள என் தலைக்கும் ஏறவில்லை, பேர கேட்க தோணவில்லை, மனமே போட்டு திட்டமா பாதும் தாடும் போட என் பால நீ பேசலைட்டா. അപ്പോൾ ഗൈസ്, അപ്പോൾ നമ്മളങ്ങനെ അമ്പലത്തിലോട്ട് കയറുവാണ്. സോ നമുക്കിപ്പോൾ ഈ സൈഡ് കാണാനാണ് അമ്പലം. ജസ്റ്റ് വീഡിയോയ്ക്കകത്തിലാണെങ്കിൽ ഈ ക്യാമറ ക്രാഷ് ആകുന്നത് വെച്ചാൽ വണ്ടിയുടെ ഒരു ചെറിയ ക്രാഷിങ് കാറാണ് ഇപ്പോൾ ഫോൺ ഇങ്ങനെ ക്രാഷ് ആകുന്നത്. അത് നിങ്ങൾ വലിയ കാര്യമാക്കണ്ട, ജസ്റ്റ് നമ്മൾ സൈഡാക്കിയതാണ്. അപ്പോൾ നമ്മൾ നേരെ അമ്പലത്തിലോട്ട് കയറാൻ പോവാണ്. കുറച്ച് നിബന്ധനകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അമ്പലത്തിനകത്ത് കയറി കഴിഞ്ഞ് വീഡിയോ എടുക്കാനായിട്ട് വലുതായിട്ടുള്ള പറ്റത്തില്ല. നമ്മൾ ചെറിയ രീതിയിലുള്ള വീഡിയോ ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് അമ്പലത്തിലോട്ട് കയറാം. ഓക്കെ, അപ്പോൾ ഗൈസ്, അപ്പോൾ നമ്മളങ്ങനെ അമ്പലത്തിലോട്ട് കയറുവാണ്. അമ്പലത്തിനകത്ത് വണ്ടി വെക്കാം, ബൈക്ക് ആയതുകൊണ്ട് അകത്ത് വെക്കാം. കാറൊക്കെ വരുമ്പോഴേക്കും അതിനെ അറിയത്തില്ല, കാറൊന്നും കൂടുതൽ ഇതിനകത്ത് കയറ്റാറില്ല. അപ്പം നമ്മൾ നേരെ അമ്പലത്തിൻ്റെ സൈഡ് കൂക്കി വണ്ടി കൊണ്ട് വെച്ചിട്ടുണ്ട്. വണ്ടി കൊണ്ട് വെച്ചിട്ട് നമുക്ക് നേരെ അമ്പലത്തിൻ്റെ അകത്തെ വിഷ്വൽസ് കാണാം. വലിയ വിഷ്വൽസ് ഒന്നും ഇല്ല, പേടിക്കണ്ട. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ അമ്പലം, നമ്മുടെ എരുമേലി പേട്ടതുള്ളി വരുന്ന നമ്മുടെ വലിയ അമ്പലം. ഓക്കെ, വലിയ ടെമ്പിൾ. അപ്പോൾ ഇത് നമ്മൾ നടന്നു പോകുന്നതിൻ്റെ വൈഫാണ്. ഇപ്പം അവക്കാണെങ്കിൽ ഇങ്ങനെ ഒരു വീഡിയോ എടുത്ത് തരണോ. ഇപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ എടുത്തപ്പോഴേക്ക് ആ വീഡിയോ ഞാൻ ഇതിനകത്ത് കൊണ്ട് ഉൾപ്പെടുത്തിയത് മാത്രമേ ഉള്ളൂ. അപ്പം നമ്മൾ കാണുന്നതാണ് നമ്മുടെ വലിയ അമ്പലം. അപ്പം ഞാൻ പറഞ്ഞല്ലോ വലിയ വിഷ്വൽസ് എടുക്കരുതെന്ന്. അപ്പം അതുകൊണ്ട് ഇത്രയുള്ള വിഷ്വൽസാണ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവല്ലോ. അപ്പം നമ്മൾ ഇനിയും പോകുന്നത് നമ്മൾ പറഞ്ഞ നമ്മുടെ സ്പോട്ടിലേക്കാണ്, നമ്മുടെ അഞ്ച് കുഴിയിലേക്കാണ് നമ്മളിപ്പോൾ പോകാൻ പോകുന്നത്. അപ്പം നമുക്ക് നേരെ അങ്ങോട്ട് പോവാണ്. അപ്പം അതിൻ്റെ ലൊക്കേഷന് വേണ്ടവർക്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. നമുക്ക് അവിടുന്ന് ലൊക്കേഷൻ ചെയ്ത് ഡയറക്റ്റ് തന്നെ പോകാൻ പറ്റും. അപ്പം നേരെ നമ്മൾ അങ്ങോട്ട് വെച്ച് പിടിക്കുവാണ്. ഓക്കെ, അപ്പോൾ ഗൈസ്, അപ്പോഴത്തെ നമ്മളപ്പം ഫോൺ പറഞ്ഞ ഇച്ചിരി ക്രാഷ് ആകുന്നുണ്ട്. അപ്പം ജസ്റ്റ് ഇവിടെ വരുമ്പോൾ ഇങ്ങനെ നോക്കിയാൽ മതി, ഈ സൈഡിലോട്ട് നോക്കിയാൽ മതി. ഇപ്പോൾ ജസ്റ്റ് ക്രാഷ് ആയതിൻ്റെ കേട്ടോ. അപ്പോൾ ഈ സൈഡ് കൂട്ടി നമ്മളിങ്ങ് നേരെ അകത്തോട്ട് കയറിയാൽ മതി. തോട്ട് കയറി ഇങ്ങ് വന്നാൽ മതി. ഇപ്പോൾ ഒരു ഓട്ടോസ്റ്റൊക്കെ ഉണ്ട്, ഇപ്പോൾ കാടിനകത്തോടെ കയറുന്നത്. സോ കാടിനകത്തോട് കയറി നേരെ കയറി വന്നു കഴിഞ്ഞാൽ ആദ്യം കാണുന്നത് നമ്മുടെ ആ KCB ഒരു പവർ സ്റ്റേഷൻ, അതാണ് നമ്മൾ ആദ്യം കാണുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വഴി കിടക്കുന്ന വഴി നേരെ വെച്ച് പിടിച്ചൊരു മെയിൻ റോഡിലോട്ട് ചാടും. ആ മെയിൻ റോഡിൽ നിന്ന് ജസ്റ്റ് തിരിഞ്ഞ് കഴിഞ്ഞാൽ നേരെ പോകുന്ന വഴിയാണ്. അപ്പോൾ ഗായ്സ്, അപ്പം ഞാൻ പറഞ്ഞതേ നമ്മൾ അമ്പലത്തിലേക്ക് ഏകദേശം എത്തിയിട്ടുണ്ട്.
അപ്പം ഞാൻ പറഞ്ഞ നമ്മുടെ 5 അമ്പലം ഇതാണ് നിങ്ങളെ കാണിക്കാൻ വെച്ചത്. അപ്പോൾ ഗൈസ്, അപ്പോൾ ഇത് കണ്ടല്ലോ, ഇതാണ് നമ്മുടെ അമ്പലത്തിന് എൻട്രൻസ്. സോ ഇപ്പം ഇവിടെ ഗേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിനകത്ത് കയറുന്നതിൻ്റെ കുറച്ച് നിബന്ധനകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം നിങ്ങൾക്ക് കാണാൻ 2 സൈഡിലും ക്യാമറയൊക്കെ ഉണ്ട്. അപ്പോൾ ഗൈസ് നമ്മൾ അമ്പലത്തിനകത്തോട്ട് കയറേണ്ട. ഇതാണ് താഴെ കാണുന്ന അമ്പലം. ഗൈസ്, അപ്പം നിങ്ങളങ്ങനെ അടുത്ത അമ്പലത്തിൽ വന്നിരിക്കുന്നു. നമ്മൾ ആദ്യം കയറിയെന്ന് പറഞ്ഞാൽ നമ്മുടെ എൻ്റെ ജില്ലയെ എരുമേലിയിലെ അയ്യപ്പൻ്റെ അടുത്താണ് നമ്മൾ ആദ്യം കയറിയത്. അപ്പം അത് കയറി കഴിഞ്ഞിട്ട് ഞങ്ങൾ അടുത്ത അമ്പലത്തിലോട്ട് വന്നിരിക്കുകയാണ്. അത് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ. എന്നു മുതൽ നീ പൂർണ്ണമായും എന്നിൽ വിശ്വാസമർപ്പിച്ചു, ആശ്രയത്തിനായി നീ എന്നിൽ അഭയം തേടിയെത്തി. അന്നു മുതൽ നീ എന്റെ സംരക്ഷണത്തിനും. ഇത് നമ്മുടെ ദൃഢമായ വാക്ക്. ഇപ്പോൾ കഴിഞ്ഞപ്പം നമ്മൾ അടുത്ത അമ്പലത്തിൽ വന്നിരിക്കുകയാണ്. ഇത് ഞാൻ കറക്റ്റ് കാണിച്ചു തരാം. പക്ഷേ ഞാൻ പറയാമല്ലോ, എൻ്റെ നാട്ടിലുള്ള അമ്പലമായതുകൊണ്ട് പറയാമല്ലോ, അടിപൊളിയാണ്. ഒരു രക്ഷയില്ല. എത്ര പേര് വന്നിട്ടുണ്ടെന്നറിയോ, അടിപൊളിയാണ്. നിനക്ക് എന്നാടി പറയാൻ തോന്നുന്നത്? പറ. എനിക്കെന്താ പറയാനുള്ള ഒരു രക്ഷയില്ല കേട്ടോ. എന്നാലും കണ്ടിട്ട് എൻ്റെ എക്സ്പീരിയൻസ് ഇപ്പം നിനക്ക് ഇപ്പം തന്നെ ഈ ഔട്ടർ കണ്ടിട്ട് നിനക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടോ? തോന്നുന്നില്ല. കൊള്ളാം. വരാൻ പറ്റിയതിന് എന്നാ പറയാൻ ബാക്കി. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. കാരണം വെച്ചാൽ ഞാൻ കുഞ്ഞുനാളെ തൊട്ട് ഞാനിവിടെ അത്യാവശ്യം വന്നുകൊണ്ടിരുന്നതായിരുന്നു. ഞങ്ങൾ ഇടയ്ക്കൊക്കെ ഇവിടെ നല്ലും ഞങ്ങൾ വന്ന് ജസ്റ്റ് പ്രാർത്ഥിക്കാനാണെങ്കിലും, കാരണം വെച്ചാൽ ഇവിടെ എന്ന് പറഞ്ഞാൽ ജാതി മത ഭേദമന്യേ എല്ലാവരും വന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്ലേസാണ്. അപ്പം അത്യാവശ്യം നല്ല വ്യൂ ആണ്, നല്ല സമാധാനവും കിട്ടും. ഞാൻ ലൊക്കേഷൻ എന്നാലും ഞാൻ മെൻഷൻ ചെയ്തേക്കാം. അപ്പം നിങ്ങൾക്ക് വരാൻ പറ്റുന്നവരൊക്കെ വന്ന് പ്രാർത്ഥിക്കുക. ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കയറിയിട്ട് വരാം. ഇപ്പോൾ ഗൈസ്, ഇപ്പോൾ നമ്മളങ്ങനെ അമ്പലത്തിൽ കയറിയപ്പോഴേക്കും ചെറിയൊരു നിബന്ധനകൾ ഇവിടെ ഉണ്ടെന്നുള്ള കാര്യം നിലവിൽ ഞാൻ മറന്നുപോയ കേസായിരുന്നു. അപ്പം നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് ജസ്റ്റ് കഴിഞ്ഞാൽ ഇവിടുന്ന് അങ്ങോട്ട് ക്രോസ് ചെയ്യുന്ന ഇവിടുന്ന് അങ്ങോട്ട് ക്രോസ് ചെയ്യുന്ന അവിടുത്തെ ഒരു പാലമുണ്ട്, ഒരു ചെറിയ പാലം പോലെ. ആ പാലം കയറുന്നതിന് മുമ്പേ വരെ അതിൻ്റെ ബാക്ക് വശം തൊട്ടേ നമുക്ക് വീഡിയോ ഷൂട്ടിങ്ങിനും എന്ത് ഫോട്ടോ എടുക്കാനാണെങ്കിലും ഈ സൈഡ് മാത്രം, നമ്മളിപ്പോൾ കയറി വരുന്ന സൈഡ് മാത്രമേ ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. സോ അത് കഴിഞ്ഞ് അതിൻ്റെ അകത്തോട്ട് കയറി കഴിഞ്ഞാൽ ഫുൾ കൺട്രോളിലാണ്, ഫുൾ നിരീക്ഷണത്തിലാണ് ഇരിക്കുന്നത്. അപ്പം നിങ്ങൾ വരുന്നവർ അതിൻ്റെ അകത്തോട്ട് കയറുന്നിടം വരെ, അതിൻ്റെ അകത്തോട്ട് കയറുന്നതിൻ്റെ താഴെ വെച്ച് നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ഫോട്ടോ എടുക്കാനാണ് ഞാൻ അകത്ത് ചോദിച്ചപ്പോഴേക്കും പറഞ്ഞത്. അപ്പം നമ്മൾ അതിന് മുമ്പേ അതിൻ്റെ അകത്ത് കയറിയപ്പോൾ തന്നെ ചെറിയൊരു ക്ലിപ്പ് എടുത്തപ്പോഴേക്കും തിരുമേനി ഇതുപോലെ ഇറങ്ങി വന്നിട്ട് കാര്യം പറഞ്ഞു. നമുക്കത് മനസ്സിലായി. അപ്പം നമ്മളിങ്ങനെ കാര്യം പറഞ്ഞപ്പോഴേക്കും അവർ പറഞ്ഞാൽ നിങ്ങൾ വീഡിയോക്കകത്ത് ഇത് ഉൾപ്പെടുത്തിക്കോണം, പലരും കാണാതെയാണ് ഇത് വരുന്നത്. അപ്പം നിങ്ങൾ വരുന്നവർ നമ്മൾ അപ്പുറത്തോട്ട് ക്രോസ് ചെയ്യാനായിട്ടൊരു ചെറിയ പാലമുണ്ട്. ആ പാലം ക്രോസ് ചെയ്യുന്നതിന് മുമ്പേ തന്നെ അവിടെ ആ പാലത്തിന് താഴെ വെച്ച് തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ഇപ്പുറം ഈ കയറി വരുന്ന സൈഡ് തന്നെ ഉള്ളിടത്ത് മാത്രം ഫോട്ടോയും വീഡിയോസൊക്കെ എടുത്തോണം. അത് കഴിഞ്ഞ് ഇതിൻ്റെ അകത്തോട്ട് കയറി കഴിഞ്ഞാൽ ഒരു ഫോട്ടോയും വീഡിയോസും അനുവദിക്കുന്നതിനാൽ ലീഗലി കേസ് വരെയാണ്. അപ്പം അവർ ക്യാമറ നോക്കുമ്പോഴേക്കും ഇങ്ങനെ ആളെടുത്തെന്നുള്ള കാര്യം നോക്കി കഴിഞ്ഞാൽ ലീഗലി കേസ് വരെ വരാൻ സാധ്യത വളരെ കൂടുതലാണ്. അതാണ് നമ്മൾ തിരുമേലി പറഞ്ഞത്. ഓക്കെ, അപ്പം ഞാനിതിൽ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ ഇട്ടേക്കാം. നല്ല അത്യാവശ്യം വ്യൂ പോയിൻ്റാണ്. അപ്പം തന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ നല്ല അത്യാവശ്യം വ്യൂ പോയിൻ്റ് ഉണ്ട്. ഇവിടെ വൈഫും ഉണ്ട്, അവളവിടെ വീഡിയോ ഷൂട്ടിങ്ങിലാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഫേസ് ഷൂട്ട് ചെയ്ത് വരാത്തത്. ഓക്കെ, അപ്പോൾ ഗൈസ്, അപ്പോൾ നമ്മൾ അവിടുത്തെ എല്ലാം കഴിഞ്ഞ് നേരെ നമ്മളിനി പൊൻകുന്നത്തിന് പോവാണ്. പൊൻകുന്നത്ത് ഇനിയും പോകുന്നത് വെച്ചാൽ നമ്മളിനിയും ചെർക്കടയിലോട്ട് പോവാണ്. ചെർക്കട അമ്പലം ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. അപ്പം നമ്മൾ ചെർക്കടയിൽ പോയി ജസ്റ്റ് ഒന്ന് പ്രാർത്ഥിച്ചിട്ട് ഇന്നത്തെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യും. അപ്പം വീഡിയോ കാണുന്ന മച്ചന്മാരെ സബ്സ്ക്രൈബ് ചെയ്ത് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെൽ ബട്ടൺ ഓളാക്കി ഇടുക. അപ്പം നമ്മൾ അയ്യപ്പൻ്റെ വണ്ടിയിൽ നിന്ന് ഇനിയും തിരിച്ച് പൊൻകുന്നത്തിലേക്ക് പോവാണ്. അപ്പം നേരെ പൊൻകുന്നം അമ്പലത്തിനടുപ്പം, ചെർക്കട അമ്പലത്തിനടുത്ത്. അപ്പോൾ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യണം. അപ്പം നമ്മൾ ചെർക്കട അമ്പലത്തിലൊക്കെ കയറി എല്ലായിടത്തും കയറി നമ്മൾ പ്രാർത്ഥിച്ച് വന്നപ്പോൾ തന്നെ ലേറ്റായി. അപ്പം നമ്മൾ അമ്പലത്തിൽ കയറിയാലും പ്രാർത്ഥിച്ച് തൊഴുതിട്ടൊക്കെ ഇറങ്ങി വന്നു. അപ്പോൾ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ. അപ്പം ഇന്നത്തെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യണം. അപ്പോൾ അതുപോലെ ഇസ് മൈ സൈനിങ് ഔട്ട്.